CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചരിത്രപ്രസിദ്ധമായ ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ക്രൈസ്തവ ദേവാലയമായ കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ മോഷണം. ഭണ്ഡാരം തകർക്കുകയും ഓഫീസ് മുറിയുടെ വാതിൽ തകർത്ത് അകത്ത് കടന്ന മോഷ്ടാവ് പണം കവരുകയും ചെയ്തു. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ സ്കൂട്ടറിൽ ബസ്സിടിച്ച അപകടം. സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. വെള്ളർക്കാട് സ്വദേശി നീണ്ടൂർ വീട്ടിൽ ജനാർദ്ദനനാണ് പരിക്കേറ്റത്. വഴിയാത്രക്കാരിയായ യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തുകയും പിന്തുടർന്ന് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്ത 3 യുവാക്കളെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികൾ സ്ഥിരം കുറ്റവാളികളും പോലീസ് കാപ്പ ചുമത്തി നാട് കടത്തിയവരുമാണ്. കുന്നംകുളം നഗരസഭയിൽ മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച അഞ്ഞൂർ പാർക്കാടി അമ്പലനട റോഡിന്റെ ഉദ്ഘാടനം നടത്തി. AC മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഉത്സവത്തിനിടയിൽ യുവാവ് കിണറ്റിൽ വീണു. നെല്ലുവായ് ശ്രീ മുല്ലയ്ക്കൽ ഭരണിവേല കാണാനെത്തിയ യുവാവാണ് ക്ഷേത്രത്തിന് സമീപത്തുള്ള പറമ്പിലെ കിണറ്റിൽ വീണത്. ചൂണ്ടൽ കുന്നിൽ സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റിന്റെയും സോളാർ ലൈറ്റുകളുടെയും സ്വിച്ച് ഓൺ കർമ്മം നടന്നു. പഞ്ചായത്തിലെ 17 വാർഡുകളിൽ ഉൾപ്പെടുന്ന ചൂണ്ടൽ കുന്നിൽ സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റുകളും ഗ്രൗണ്ടിൽ സോളാർ ലൈറ്റുകളുമാണ് നാടിന് സമർപ്പിച്ചത്. നിർമ്മാണം പൂർത്തിയായ പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്തിലെ ആർട്ട് ഗ്യാലറിയോടുകൂടിയ സാംസ്കാരിക നിലയം 21 വൈകിട്ട് ദേവസ്വം പട്ടികജാതി പട്ടികവർഗക്ഷേമ വകുപ്പ് മന്ത്രി K. രാധാകൃഷ്ണൻ നാടിന് സമർപ്പിക്കും. കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന കേരഗ്രാമം പദ്ധതിയോടനുബന്ധിച്ച് പുന്നയൂർ ഗ്രാമപഞ്ചായത്തിൽ കാർഷിക സെമിനാറും സബ്സിഡിയായി നൽകുന്ന തെങ്ങ് കയറ്റ യന്ത്രത്തിന്റെ വിതരണ ഉദ്ഘാടനവും നടത്തി. ചാവക്കാട് കോഴിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ മകരഭരണി മഹോത്സവം വർണ്ണാഭമായി. കുന്നംകുളം ആനയ്ക്കൽ ശ്രീ തോന്നിയങ്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിൽ മകരഭരണി മഹോത്സവം ആഘോഷിച്ചു. സംയോജിത കൃഷിയുടെ ഭാഗമായി കടവല്ലൂർ പാതാക്കരയിൽ അടുക്കളത്തോട്ട നിർമ്മാണത്തിനായി സൗജന്യ പച്ചക്കറി തൈ വിതരണം നടന്നു. കുന്നംകുളം കാണിപ്പയ്യൂർ അന്നംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ആളൂർ സെന്റ് സെബാസ്റ്റ്യൻ ഇടവക ദേവാലയത്തിൽ സംയുക്ത തിരുനാളിന് തുടക്കമായി. ശനി ഞായർ ദിവസങ്ങളിലായാണ് ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധരായ അന്തോണീസിന്റെയും ഔസേപിതാവിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നത്. എയ്യാൽ നിർമ്മലമത കോൺവെന്റ് സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. പ്രശസ്ത ഗായിക പത്മഭൂഷൺ KS ചിത്ര വിശിഷ്ടാതിഥിയായി. തലക്കോട്ടുകര സെന്റ് ഫ്രാൻസിസ് സേവിയർ ഇടവക ദേവാലയത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത പെരുന്നാളിന് തുടക്കമായി. ജനുവരി 19, 20, 21, 22 തീയതികളിലാണ് പെരുന്നാൾ ആഘോഷം. CPIM തിരുനെല്ലൂർ ബ്രാഞ്ച് അംഗവും DYFI മുല്ലശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി അംഗവുമായിരുന്ന മുജീബ് റഹ്മാന്റെ രക്തസാക്ഷി ദിനം ആചരിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനാചരണം നടത്തി. ആർത്താറ്റ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കുന്നംകുളം ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരാറുള്ള ഓർത്തഡോക്സ് കൺവെൻഷന് തുടക്കമായി. 2021 മുതൽ 1000 രൂപ ഇൻക്രിമെന്റ് നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ അംഗൻവാടി ജീവനക്കാരെ വഞ്ചിക്കുകയാണെന്ന് INTUC ജില്ലാ ജനറൽ സെക്രട്ടറി VA ഷംസുദ്ദീൻ. INTUC കേരള അംഗൻവാടി ടീച്ചേഴ്സ് ആൻഡ് ക്രഷ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളും നടത്തുന്ന പ്രതിഷേധ ധർണയുടെ ഭാഗമായി ടൗൺ ഹാളിൽ മുൻവശത്തുള്ള തൃശൂർ ജില്ലാ പ്രോഗ്രാം ഓഫീസിന് മുൻവശത്ത് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വാഗ സെന്റ് സെബാസ്റ്റ്യൻ ഇടവക ദേവാലയത്തിലെ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവിൽ ഭരണിവേലയ്ക്ക് സമാപനം. തെക്കുമുറി, വടക്കുമുറി, പുതുരുത്തി, കിരാലൂർ ദേശക്കാർ പങ്കാളികളായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കടവല്ലൂർ യൂണിറ്റ് 32ാം വാർഷിക സമ്മേളനം കൊരട്ടിക്കര GUP സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും BCA പരീക്ഷയിൽ 4ാം റാങ്ക് നേടി ജയലക്ഷ്മി. ആർത്താറ്റിസ്റ്റിൽ വലിയ വീട്ടിൽ ജയപ്രകാശ് സുമ ദമ്പതികളുടെ മകളാണ് ജയലക്ഷ്മി. കടങ്ങോട് സോക്കർ ലീഗ് സീസൺ 3യുടെ ഭാഗമായി ചിറമനേങ്ങാട് വെച്ച് കളിക്കാരുടെ ലേലം സംഘടിപ്പിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.